ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ PSC വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. ശനിയാഴ്ച എക്സാം ഉണ്ടല്ലോ. ആർക്കൊക്കെ ഉണ്ട് എക്സാം? അപ്പോൾ ഇനി ഇഷ്ടംപോലെ പരീക്ഷകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉത്സാഹത്തോടു കൂടി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് എക്കണോമിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയായിരുന്നു അല്ലേ. എല്ലാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ബാക്കി നമുക്കിന്ന് നോക്കാം. ഓക്കേടാ, തുടങ്ങാം. ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് ആരാണ്? അറിയാമോ? ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് നമ്മുടെ എം വിശ്വേശ്വരയ്യാണ് അല്ലേ. എം വിശ്വേശ്വരയ്യ ആരാ? നമ്മൾ ഇന്നലെ പഠിച്ചു. ആരാണ് എം വിശ്വേശ്വരയ്യ? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് അല്ലേ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ് എം വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകമാണ് ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന വിഖ്യാത ഗ്രന്ഥം. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന് ഒരു ജില്ലാ വികസന പദ്ധതി എന്നൊരു ആശയം, അതായത് ജില്ലാ വികസന പദ്ധതി, ഇന്ത്യയിലെ വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ആദ്യത്തെ ദൃശ്യവൽക്കരണമായിരുന്നു ഇത് അദ്ദേഹത്തിന്റെ ആയിരുന്നു, എം വിശ്വേശ്വരയ്യയുടെ ആയിരുന്നു. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1939. മനസ്സിലായോ? 1939 എം വിശ്വേശ്വരയ്യയുടെ ജില്ലാ വികസന പദ്ധതി ഇന്ത്യയിലെ വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ആദ്യത്തെ ദൃശ്യവൽക്കരണമായിരുന്നു. അദ്ദേഹത്തിന് ഭാരതരത്നം കിട്ടിയെന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ. ഭാരതരത്നം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. വർഷം നമ്മൾ പഠിച്ചില്ലല്ലോ, അപ്പോൾ പഠിച്ചോ. എം വിശ്വേശ്വരയ്യയ്ക്ക് ഭാരതരത്നം കിട്ടുന്ന വർഷം 1955. വയ്ക്കേണ്ട ഒരു ഡേറ്റ് ആണ്, വർഷമാണ്. 1955 ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ അവാർഡായ ഭാരതരത്നം ആർക്ക് ലഭിക്കുന്നത്? വിശ്വേശ്വരയ്യയ്ക്ക് ലഭിക്കുന്നത്. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ: ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാടാ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൻസർ കിട്ടിക്കാണും, ആദം സ്മിത്ത് ആണ് അല്ലേ. ആദം സ്മിത്ത് ആണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അദ്ദേഹം ഒരു സ്കോട്ടിഷ് തത്വശാസ്ത്രജ്ഞനാണ് കേട്ടോ. സ്കോട്ടിഷ് തത്വശാസ്ത്രജ്ഞനാണ് ആര്? ആദം സ്മിത്ത് എന്ന് പറയുന്നത്. അതുപോലെ വെൽത്ത് ഓഫ് നേഷൻസ്, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ അല്ലേ. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ എന്ന അദ്ദേഹത്തിന്റെ രചനയെ സാമ്പത്തിക ശാസ്ത്രത്തിലെ ആദ്യത്തെ ആധുനിക കൃതിയായി കണക്കാക്കുന്നു. അപ്പോൾ ചോദിക്കാറുണ്ട് PSC, വെൽത്ത് ഓഫ് നേഷൻസ്, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, ആൻ എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ എന്ന കൃതി ആരുടെയാണ്? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആദം സ്മിത്തിന്റെ രചനയാണത്. ഓക്കെ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിലെ ആദ്യത്തെ ആധുനിക കൃതിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഓക്കെ, സാമ്പത്തിക ശാസ്ത്രത്തിലെ ആദ്യത്തെ ആധുനിക കൃതിയായി എന്തിനെ കാണുന്നു? വെൽത്ത് ഓഫ് നേഷൻസിനെ കണക്കാക്കുന്നു. ഓക്കെ, ഇനി തൊഴിലിലെ ഭിന്നിപ്പ് പരിമിതപ്പെടുത്തുന്ന ഒരു തത്വം ആവിഷ്കരിച്ചത് ഇദ്ദേഹമാണ്. എന്താണ്? തൊഴിലിലെ ഭിന്നിപ്പ് പരിമിതപ്പെടുത്തുക എന്നൊരു തത്വം ആവിഷ്കരിച്ചതും ആരാണ്? ആദം സ്മിത്ത് ആണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആദം സ്മിത്ത്. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഗാന്ധിജി തന്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ച ഹിന്ദു സ്വരാജ് പ്രസിദ്ധീകരിച്ച വർഷം. ഗാന്ധിജി തന്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളൊക്കെ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അത് പ്രസിദ്ധീകരിച്ച വർഷമാണ് ചോദ്യം. കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? വർഷം കിട്ടുന്നുണ്ടോ? 1909 ഹിന്ദു സ്വരാജ് പ്രസിദ്ധീകരിക്കുന്നത് അല്ലേ. 1909 ഹിന്ദു സ്വരാജ് പ്രസിദ്ധീകരിക്കുന്നത്. ഹിന്ദു സ്വരാജ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭവന ഭരണം ഗാന്ധിജി എഴുതിയ ഒരു പുസ്തകമാണ് കേട്ടോ. ഹിന്ദു സ്വരാജ് എന്ന് പറഞ്ഞാലും ഇന്ത്യൻ ഭവന ഭരണം എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നാണ് കേട്ടോ. ഗാന്ധിജിയുടെ ഗ്രന്ഥമാണെന്ന് ഓർക്കുക. ആധുനിക നാഗരിക സമീകരണ സംവിധാനമായ സ്വരാജിനെ കുറിച്ചിട്ടുള്ള തന്റെ കാഴ്ചപ്പാടാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഹിന്ദു സ്വരാജിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. എന്ത് കാഴ്ചപ്പാടാണ്? ആധുനിക നാഗരിക സമീകരണ സംവിധാനമായ സ്വരാജിനെ കുറിച്ചിട്ടുള്ള തന്റെ കാഴ്ചപ്പാടാണ് ഗാന്ധിജി ഹിന്ദു സ്വരാജ് എന്ന പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഏത് ഭാഷയിൽ എഴുതിയതാണെന്നറിയാമോ? ഇത് ഏത് ഭാഷയിൽ എഴുതിയതാ? ഗുജറാത്തി ഭാഷയാണ്. ഹിന്ദു സ്വരാജ് ഏത് ഭാഷയാണ്? ഗുജറാത്തി ഭാഷയാണ്. ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചത്? 1909. ഇത്രയും ഫാക്ട്സ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അറ്റദേശീയ ഉൽപ്പന്നം, അതായത് NNP കാണാനുള്ള സമവാക്യമാണ് ചോദ്യം. അറ്റദേശീയ ഉൽപ്പന്നം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചുരുക്കി പറയാം? NNP. അത് കാണാനുള്ള സമവാക്യം എന്താണെന്നറിയാമോ? കിട്ടിയോ? അതായത് അറ്റ ദേശീയ ഉൽപ്പന്നം ഈക്വൽ ടു മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാനച്ചെലവ് കുറയ്ക്കുന്നതാണ്.
ഓക്കെ, അപ്പോൾ NNP കാണാനുള്ള സൂത്രവാക്യം അല്ലെങ്കിൽ അറ്റ ദേശീയോൽപ്പന്നം കാണാനുള്ള സൂത്രവാക്യം എന്താണ്? മൊത്ത ദേശീയോൽപ്പന്നം മൈനസ് തേയ്മാന ചെലവാണ്. ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അറ്റ ദേശീയ ഉൽപ്പന്നം കിട്ടും അല്ലേ? NNP = GNP മൈനസ് ഡിപ്രീസിയേഷൻ എന്നാണ് അതിൻ്റെ ഇത് വരുന്നത്. ഓക്കെ, കമ്പോള വിലയെ അടിസ്ഥാനമാക്കി അറ്റ ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നതാണ് കമ്പോള വിലയിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. കമ്പോള വിലയെ അടിസ്ഥാനമാക്കി ദേശീയ ഉൽപ്പന്നം കാണുന്നതിനെ കമ്പോള വിലയിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയും. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയും. ഓക്കെ, ഘടകച്ചെലവിൻ്റെ അടിസ്ഥാനത്തിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നമാണ് ഘടകച്ചെലവിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നം. അപ്പോൾ രണ്ട് തരത്തിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നം നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? കമ്പോള വിലയിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നമുണ്ട്, ഘടകച്ചെലവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഘടകച്ചെലവിലുള്ള അറ്റ ദേശീയ ഉൽപ്പന്നമുണ്ട്. കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം അഥവാ GDP, മൊത്ത ദേശീയോൽപാദനം GNP, അറ്റ ദേശീയ വരുമാനം NNP, ക്രമീകരിച്ച ദേശീയ വരുമാനം എന്നിവ ഉൾപ്പെടെ ഒരു രാജ്യത്തോ പ്രദേശത്തോ മൊത്തം സാമ്പത്തിക പ്രവർത്തനം കണക്കാക്കാൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ ദേശീയ വരുമാനത്തിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ വിവിധ അളവുകൾ ഉപയോഗിക്കുന്നു. അതൊന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, അറ്റ ദേശീയോൽപ്പന്നം കാണാൻ അല്ലെങ്കിൽ NNP കാണാനുള്ള സൂത്രവാക്യം GNP മൈനസ് ഡിപ്രീസിയേഷൻ. നമുക്കതെങ്ങനെ വേർഡ്സിൽ പറയാം? മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അറ്റ ദേശീയ ഉൽപ്പന്നം കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. എപ്പോഴും PSC ചോദിക്കുന്നതാണ് അല്ലേ? ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ആൻസർ കിട്ടിക്കാണും നിങ്ങൾക്ക്. ആരാടാ ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? ദാദാഭായ് നവറോജിയാണ് അല്ലേ? ദാദാഭായ് നവറോജിയാണ്. അങ്ങനെയാണെങ്കിൽ ഏത് വർഷമാണ് ഇദ്ദേഹം ഈ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത്? ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ പറയണം. അത് 1867 1867 ഓക്കെ, 1867 ദാദാഭായ് നവറോജി സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ഓക്കെ, എന്താണ് ഇതിനകത്ത് പറയുന്നത്? അതായത് ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചു എന്നും പ്രതിപാദിക്കുന്ന ഒരു സിദ്ധാന്തമാണിത്. അപ്പോൾ എന്താണ് ചോർച്ചാ സിദ്ധാന്തത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിൽ അദ്ദേഹം എന്ത് ആശയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്? ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ എന്തിലേക്ക് നയിക്കുന്നു? ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിക്കുന്നു എന്നും പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണിത്. ഓക്കെ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ ഈ സിദ്ധാന്തം പരാമർശിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. ഏത് പുസ്തകമാണെന്ന് പറയാൻ പറ്റുമോ? ഇംഗ്ലണ്ട് ഡെബറ്റ് ടു ഇന്ത്യ. അതിനകത്ത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടീഷുകാർ ചോർത്തിയെടുക്കുന്നത് മൂലം ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിക്കുന്നു എന്നാണ് ചോർച്ചാ സിദ്ധാന്തം പറയുന്നത്. ഇതൊരു പുസ്തകത്തിൽ അദ്ദേഹം ഈ സിദ്ധാന്തം പറയുന്നുണ്ട്. അത് ഏത് പുസ്തകത്തിലാണെന്ന് ചോദിച്ചാൽ പറയണം. ഇംഗ്ലണ്ട് ഡെബറ്റ് ടു ഇന്ത്യ എന്ന പുസ്തകത്തിലാണ്. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഏതാണ്? ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം പറയാമോ? ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 2013 അല്ലേ? 2013 ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാ? കേരളം എന്ന് പറയരുത് കേട്ടോ. ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഓർത്ത് വെച്ചേക്കണം, ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. ഓക്കെ, അപ്പോൾ ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായിട്ട് ലോകാരോഗ്യ സംഘടന ആചരിക്കുന്നത് എന്നാന്ന് പറയാമോ? ലോകാരോഗ്യ സംഘടന ഏത് ദിവസമാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത്? ജൂൺ 7 ഓർത്ത് വെച്ചേക്കുക. ജൂൺ 7. അപ്പോൾ ലോക ഭക്ഷ്യസുരക്ഷാ ദിനം എന്നാണ്? ജൂൺ 7. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുന്നത്? ഭക്ഷ്യസുരക്ഷ, ക്ഷേമം, സുസ്ഥിര വികസനം ഇതൊക്കെ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. കിട്ടിയോടാ? ഭക്ഷ്യസുരക്ഷ, ക്ഷേമം, സുസ്ഥിര വികസനം എന്നിവ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഭക്ഷ്യസുരക്ഷാ ദിനമായിട്ട് UN ആചരിക്കാൻ തുടങ്ങിയത് എന്നു മുതലാണെന്നറിയാമോ? ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കാൻ തുടക്കമിട്ട വർഷം 2018 കേട്ടോ. 2018 എന്താണ്? 2018 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ ജൂൺ 7 എന്തായിട്ട് ആചരിക്കുന്നത്? ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായിട്ട് ആചരിക്കാൻ തുടക്കമിട്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. 2018.
ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഈ പ്രസ്താവനകളിൽ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം വിഭാവന ചെയ്ത സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ ഏതെല്ലാം? ഈ പ്രസ്താവനകളിൽ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം വിഭാവനം ചെയ്യുന്ന സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ ഏതെല്ലാമാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ പ്രസ്താവന, സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കും. ഓക്കെ, ശരിയായ സാമ്പത്തിക നയങ്ങൾ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കും. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ലക്ഷ്യമിട്ടത്. ഇതിലേതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഇതിൽ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം വിഭാവന ചെയ്ത സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ 1ഉം 2ഉമാണ് കേട്ടോ. ഓപ്ഷൻ 1ഉം 2ഉമാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം രാജ്യത്തെ എന്തിലേക്ക് നയിക്കുന്നു? നാശത്തിലേക്ക് നയിക്കുന്നു. ശരിയായ സാമ്പത്തിക നയങ്ങൾ രാജ്യത്തെ എന്തിലേക്ക് നയിക്കും? പുരോഗതിയിലേക്ക് നയിക്കും. ഇത് രണ്ടും ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, മൂന്നാമത്തെ പ്രസ്താവന തെറ്റാവാൻ കാരണം സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അത് ആരുടെ ആശയമാണ്? ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് എന്നൊരു ആശയമുണ്ട്, അതിൻ്റെ ലക്ഷ്യമാണ് കേട്ടോ. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിൻ്റെ ലക്ഷ്യമാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തെ എത്ര ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തെ നമുക്ക് 15 ഭാഗങ്ങളായിട്ട് തിരിക്കാം. എത്ര ഭാഗങ്ങളാണ്? 15 ഭാഗങ്ങളായിട്ട് തിരിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൗര്യ സാമ്രാജ്യത്തിൻ്റെ മാനുവൽ എന്നറിയപ്പെടുന്നത് ഈ അർത്ഥശാസ്ത്രമാണ്. അർത്ഥശാസ്ത്രത്തിൻ്റെ വിശേഷണമാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ മാനുവൽ. മൗര്യ സാമ്രാജ്യത്തിൻ്റെ മാനുവൽ എന്നറിയപ്പെടുന്നത് അർത്ഥശാസ്ത്രമാണ്, മറക്കരുത്. ഓക്കെ, ഗ്രന്ഥകർത്താവിൻ്റെ കാലം വരെ അർത്ഥത്തെക്കുറിച്ച് ഇന്ത്യയിൽ എഴുതപ്പെട്ടിട്ടുള്ളതിൻ്റെ എല്ലാം സമാഹാരമാണ് ഈ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രന്ഥകർത്താവിൻ്റെ കാലം വരെ അർത്ഥത്തെക്കുറിച്ച് ഇന്ത്യയിൽ എഴുതപ്പെട്ടിട്ടുള്ളതിൻ്റെ എല്ലാം സമാഹാരം ഈ അർത്ഥശാസ്ത്രമാണ്. കിട്ടിയല്ലോ, ഓർത്ത് വെച്ചേക്കണം, ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. തെറ്റായതാണ്. ഒന്നാമത്തെ പ്രസ്താവന, സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായി ഗാന്ധിജി ലക്ഷ്യമിട്ട സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ്. മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞതാണ്. അത് കറക്റ്റായ പ്രസ്താവനയാണ് അല്ലേ? ശരിയായ പ്രസ്താവനയല്ലേ അത്? ഓക്കെ, അപ്പോൾ സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായി ഗാന്ധിജി ലക്ഷ്യമിട്ട സമ്പദ് വ്യവസ്ഥ ട്രസ്റ്റിഷിപ്പ് എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ പ്രസ്താവന കേട്ടോ. ചോർച്ചാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ദാദാഭായ് നവറോജി എഴുതിയ പുസ്തകമാണ് വെൽത്ത് ഓഫ് നേഷൻസ്. ശരിയാണോടാ? ശരിയാണോ? തെറ്റാണല്ലേ? തെറ്റാണ്. വെൽത്ത് ഓഫ് നേഷൻസ് നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചു. ആരുടെയാണോ പഠിച്ചത്? വെൽത്ത് ഓഫ് നേഷൻസ്. വെൽത്ത് ഓഫ് നേഷൻസ് നമ്മുടെ ആദം സ്മിത്തിൻ്റെയാണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആദം സ്മിത്തിൻ്റെ പുസ്തകമാണ് വെൽത്ത് ഓഫ് നേഷൻസ്. അപ്പോൾ അതവിടെ തെറ്റല്ലേ? ഇവിടെ തന്നിരിക്കുന്നത് തെറ്റാണ്. മൂന്നാമത്തെ പ്രസ്താവന ഇതാണ്. ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ച പുസ്തകമാണ് സർവോദയ. അതും തെറ്റല്ലേടാ? നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചു. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് ഹിന്ദു സ്വരാജ് എന്ന പുസ്തകത്തിലാണ്. ഓക്കെ, അപ്പോൾ അതും തെറ്റിപ്പോയി. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. അത് ശരിയാണല്ലേ? മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആര് തന്നെയാണ്? അമർത്യ സെൻ ആണ്. അപ്പോൾ ഇവിടെ 2ഉം 3ഉമാണ് തെറ്റ്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നുകൂടെ ഞാൻ പറയാം. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായി ഗാന്ധിജി ലക്ഷ്യമിട്ട സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ്. പിന്നെ ഏതാണ്? മാനവ വികസന സൂചിക അല്ലേ? മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യ സെൻ ആണ്. ഓക്കെ, ചോർച്ചാ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട് ദാദാഭായ് നവറോജി എഴുതിയൊരു പുസ്തകം ഉണ്ടല്ലോ. എന്താണ് ചോർച്ചാ സിദ്ധാന്തം? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. PSCക്ക് വളരെ ഇഷ്ടമുള്ളൊരു പുസ്തകമാണ് കേട്ടോ. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ. അത് ഈ ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് ദാദാഭായ് എഴുതിയ പുസ്തകമാണ്. ഓക്കെ, നമുക്കറിയാം ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ശ്രദ്ധിക്കണേ, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ദാദാഭായ് നവറോജി. എന്നാൽ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ചാൽ അത് ആദം സ്മിത്ത് ആണ്. മാറിപ്പോവരുത്. ഓക്കെ, അദ്ദേഹം ഈ ജീവിത ചെലവ് സൂചിക പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ദാരിദ്ര്യരേഖ കണക്കാക്കിയത്. അപ്പോൾ ഇങ്ങനെ ചോദ്യം വരാം, ജീവിത ചെലവ് സൂചിക പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യരേഖ കണക്കാക്കിയ വ്യക്തി ആരാണ്? ആരാണത്? അത് ദാദാഭായ് നവറോജിയാണ്. ഒന്നുകൂടെ പറയാം, ജീവിത ചെലവ് സൂചിക പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യരേഖ കണക്കാക്കിയ വ്യക്തി ആരാണ്? അത് ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചു ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ച പുസ്തകം ഏതാണെന്ന് പഠിച്ചു. അത് 1909 പ്രസിദ്ധീകരിച്ച ഹിന്ദു സ്വരാജിലാണ് ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേടാ? ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന്,
തന്നിരിക്കുന്ന വസ്തുതകളിൽ നിന്ന് സർക്കാർ നടപ്പാക്കിയ പരിപാടി ഏതെന്ന് തിരിച്ചറിയുക. കുറച്ച് പരിപാടികൾ തന്നിട്ടുണ്ട്, അതിൽ സർക്കാർ നടപ്പിലാക്കുന്നത് ഏതാണെന്ന് തിരിച്ചറിയണം. ഓക്കെ, ഒന്നാമത്തത് അംഗൻവാടികൾ മുഖേനയാണ് നടപ്പാക്കുന്നത്. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ഗുണകരം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. ഈ 3 ഹിൻറ്റുകൾ, 3 കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് അത് ഏത് പ്രോഗ്രാമുമായി അല്ലെങ്കിൽ സർക്കാർ നടപ്പിലാക്കുന്ന ഏത് പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് കിട്ടിക്കാണും. ഏതാണത് ആൻസർ? ICDS എന്ന് കേട്ടിട്ടില്ലേ? സംയോജിത ശിശു വികസന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? എന്തൊക്കെയാണ്? അംഗൻവാടികൾ മുഖേന നടപ്പിലാക്കുന്നു, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അതുപോലെ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാരെ, ഇതൊക്കെ അവർക്കൊക്കെ ഗുണകരമാണ്. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. ഈ മൂന്ന് പ്രസ്താവനകളും, അതായത് ഈ 3 കാര്യങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സംയോജിത ശിശു വികസന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. സർക്കാർ തലത്തിൽ ഒത്തിരി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളുണ്ട്, പരിപാടികളുണ്ട്. അവയെക്കുറിച്ചാണ് പറയുന്നത്. സർക്കാർ പദ്ധതികൾ നോക്കാം. അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ്ണ ജയന്തി ഷാഹരി റോസ്ഗാർ യോജന, ഇത്രയും സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ്. ഒന്നുകൂടെ പറയാം: അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇനി കുറച്ച് സർക്കാർ പരിപാടികളുണ്ട്. അതേതൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ ICDS, സംയോജിത ശിശു വികസന പരിപാടി, പിന്നെ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം, ഉച്ചഭക്ഷണ പരിപാടി. കിട്ടിയോടാ? സംയോജിത ശിശു വികസന പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം, ഉച്ചഭക്ഷണ പരിപാടിയൊക്കെ സർക്കാർ പരിപാടികളിൽ വരുന്നതാണ്. ഓക്കെ, കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തൽക്കാലം ഞാൻ ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ. കൂടുതൽ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. എടാ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.